ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഞങ്ങളുടെ ഒരു പയണി യാത്ര കാണാം. എൻ്റെ കുട്ടിയുടെ മുടി ആദ്യമായിട്ട് മുറിക്കുന്ന ദിവസമാണ്. കുറച്ച് സങ്കടമുണ്ട് ആ മുടി പോണേൽ, എങ്കിലും ഇറ്റ്സ് ഓക്കെ. പിന്നെ നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു, ഭയങ്കര സങ്കടത്തിലായിരുന്നു മുഖം മുഴുവൻ ഉണ്ടായിരുന്നത്. എങ്കിലും നമ്മളെല്ലാവരും റെഡി ആയിട്ട് പോകാനായിട്ട് ഇറങ്ങി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നമ്മൾ പോണ വഴിയിൽ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാറിൽ കയറിയ പാടെ തന്നെ പിന്നെ ആൾ ഫുള്ള് ഹാപ്പിയായി. അച്ചാച്ചൻ്റെ കൂടെ കളിയും ഒക്കെ ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അതും കാറാണെങ്കിൽ അവന് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പാലക്കാട് എത്തിയപ്പോൾ നമ്മൾ KRL ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ പിന്നെ അച്ഛനും മോനും തമ്മിലായിരുന്നു കളി മുഴുവൻ ഉണ്ടായിരുന്നത്. രാവിലെ ആയതുകൊണ്ട് കുറച്ച് റഷായിരുന്നു, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ വരാൻ കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിച്ചത്. കാര്യം നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ഛർദ്ദിക്കും എന്നുള്ള പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി. പോണ വഴിയിൽ തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാറ്റാടിപ്പാടങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ, അങ്ങനെ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം പയണി എത്താറായി. മുടി മുറിക്കാനുള്ള സ്ഥലത്തെത്തി. അവിടെ എത്തി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി കരയോ എന്താണ് എങ്ങനെ അറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ. അങ്ങനെ അവിടെയൊക്കെ ഇരുന്നു. അപ്പോഴൊന്നും അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ആൾക്കാരെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ആ മുടി മുറിക്കുന്ന ആളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, ഞാനും വിചാരിച്ചു ഓക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ ഓക്കെയാണ്. അവൻ്റെ കംഫർട്ടാണല്ലോ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അവൻ ഓക്കെയാണ്. അങ്ങനെ ഒരു ഭാഗം കഴിയണ വരെ അവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ചുറ്റുപാടും നോക്കുക. പിന്നെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ മുടി ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ വീഴുമ്പോൾ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്, ഇത് എന്താണ് ഇവരെന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒരു ഭാഗം അങ്ങനെ സ്മൂത്തായിട്ട് അതങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. തല തിരിക്കാനൊന്നും അവൻ പിന്നീട് സമ്മതിക്കാണ്ടായി. പിന്നെ തിരിച്ചിരുത്തിയപ്പോൾ പിന്നെ ആൾ ഫുള്ള് കരച്ചിലായിരുന്നു. പിന്നെ അവന് മനസ്സിലായി ഓക്കെ എൻ്റെ മുടി മുറിക്കുകയാണെന്ന് അവന് മനസ്സിലായി. പിന്നെ ഫുള്ള് കരച്ചിലായിരുന്നു. എങ്ങനെയാണ് അത് കരച്ചിൽ നിർത്തേണ്ടതെന്ന് നമുക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. പിന്നെ അവന് കുറേ എന്തൊക്കെയോ കാണിച്ചു കൊടുത്തു. വണ്ടിയുടെ കീ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൊടുത്തു. അങ്ങനെ സമാധാനപ്പെടുത്തി. അങ്ങനെ ഏകദേശം അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അവസാനം മുടിയെല്ലാം മുറിച്ച് എൻ്റെ മുട്ടക്കുട്ടിയെ കണ്ടോ, എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരാളും കൂടി ഉണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ആളും പറയണത് ആൾക്കും മുട്ട അടിക്കണമെന്ന്. അങ്ങനെ ഏട്ടന് മുട്ട അടിക്കാൻ പോവാണ്. കുറേ നാളത്തേക്ക് ശേഷം, ചെറുപ്പത്തിലാകെ ഒന്നോ രണ്ടോ തവണയാണ് മുട്ടയടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും മകൻ്റെ കൂടെ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ കേട്ടപ്പോൾ നീ മുട്ടയടിക്കേ എന്നുള്ളൊരു ഭാവമായിരുന്നു. എന്നാലും ഏട്ടന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും ചെയ്തു. അങ്ങനെ അവസാനം നമ്മളെല്ലാവരും മുട്ടയെല്ലാം അടിച്ചു. പിന്നെ തൊഴാനായിട്ട് പോയി, തൊഴുതു, അമ്പലത്തിലെല്ലാം കയറി ഭക്ഷണം കഴിച്ചു. അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഫുഡെല്ലാം കഴിച്ചത്. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ നല്ലൊരു ജേണി ആയിരുന്നു. കുറച്ച് നല്ല മെമ്മറീസ് തന്നിട്ടുള്ള ഒരു ജേണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.